സ്ത്രീധന പീഡനത്തെ തുടർന്ന് കൊല്ലം നിലമേൽ സ്വദേശി വിസ്മയ ഭർതൃവീട്ടിൽ ജീവനൊടുക്കിയ കേസിൽ ഭർത്താവ് കിരൺകുമാറിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. കിരൺകുമാറിന്റെ ശിക്ഷാവിധി കോടതി മരവിപ്പിച്ചു. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്നും അതിനാൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നും കാണിച്ച് കിരൺകുമാർ കേരള ഹൈക്കോടതി നൽകിയ അപ്പീലിൽ ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല. ഹൈക്കോടതി അപ്പീലിൽ തീരുമാനമെടുക്കുന്നതുവരെയാണ് സുപ്രീം കോടതി കിരണിന്റെ ശിക്ഷ മരവിപ്പിച്ചത്. 10 വർഷം തടവ് ശിക്ഷ വിധിച്ച വിചാരണ കോടതി വിധിക്കെതിരെയാണ് പ്രതി കിരൺ സുപ്രീം കോടതിയെ സമീപിച്ചത്. വിസ്മയുടേത് ആത്മഹത്യയാണെന്നും ആത്മഹത്യയുമായി തന്നെ നേരിട്ട് ബന്ധിപ്പിക്കാൻ തെളിവില്ലെന്നുമാണ് പ്രതിയുടെ വാദം. 2021 ജൂൺ 21-നാണ് വിസ്മയ ഭർതൃപീഡനത്തെ തുടർന്ന് ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ചത്. 100 പവൻ സ്വർണവും 1.25 ഏക്കർ ഭൂമിയും ഒപ്പം 10 ലക്ഷം രൂപ വില വരുന്ന കാറും മകൾക്കൊപ്പം സ്ത്രീധനമായി നൽകിയാണ് വിസ്മയെ കിരൺകുമാറിന് വിവാഹം ചെയ്ത് നൽകിയത്. ഭർതൃപീഡനത്തെ തുടർന്നാണ് വിസ്മയ ജീവനൊടുക്കിയതെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. സ്ത്രീധനമായി നൽകിയ കാറിൽ തൃപ്തനല്ലാത്തതിനാലും വാഗ്ദാനം ചെയ്ത സ്വർണം ലഭിക്കാത്തതിനാലും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു എന്നാണ് കേസ്. വിസ്മയ മരിച്ച് 11 മാസവും 2 ദിവസവും പൂർത്തിയായപ്പോൾ 4 മാസം നീണ്ട വിചാരണയ്ക്ക് ശേഷം കിരൺകുമാർ കുറ്റക്കാരനെന്നു കാട്ടി കൊല്ലം ജില്ലാ സെഷൻസ് കോടതി വിധി പറഞ്ഞു. 10 വർഷം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. ഈ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് കിരൺ ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പീലിൽ തീരുമാനം വൈകിയതോടെ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്.